വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ കൂട്ടുകാരി ശ്രുതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രുതി, നിൻ്റെ വക കടലക്കറി ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഇതിങ്ങനെ കട്ടിയായിരിക്കുകയാണ്. അത് കുറച്ച് നേരം ഒന്ന് ചൂട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇത് കുപ്പിയാണോ അത്? കുപ്പിയാണ്. അപ്പോൾ പിന്നെ അതൊന്നും ആകത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണ ചൂടായി വരുമ്പം കടുക് ഇടണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഇത്രയും പേഷ്യൻസ് ഇല്ല. എന്താണെന്നറിയോ, എണ്ണ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഞാൻ കടുക് അങ്ങ് വാരിയിടും. പിന്നെ കുറേ നേരം കടുക് പൊട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ്. പക്ഷേ കടുക് നോക്കും, എനിക്ക് ചടപ്പെട്ടാന്നാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെരുംജീരക അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് കറിവേപ്പില. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം. എന്നിട്ട് നന്നായിട്ട് ചെറിയ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓണിയൻ ഇടുക. ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞാൽ മതി അല്ലേ? എന്നിട്ടത് നന്നായിട്ട് വഴക്കണം. നീ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അതെ അതെ. നിങ്ങൾ കല്ലുപ്പാണോ യൂസ് ചെയ്യുന്നത് അതോ പൊടിയുപ്പാണോ? പൊടിയുപ്പ്. ഞാനവിടെ കല്ലുപ്പാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോണ്ടല്ലോ ഞാനിങ്ങനെ ഇടിച്ചിട്ടാണ്. പൊടിച്ച് വെച്ചാൽ എന്താ പറയുക, ഫംഗസ് പോലത്തെ സംഭവം വരും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കറിയത്തില്ല. ഞാൻ കുറേ ദിവസം അങ്ങനെ പൊടിച്ച് വെച്ചോണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഇത് മെൽറ്റ് ആവില്ല. അതെ അതെ. അപ്പം ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടിലാണെങ്കിലേ ഈ വെള്ളത്തിനകത്ത് അവർ സോക്ക് ചെയ്ത് അല്ലേ? അപ്പൊ പിന്നെ അവർ ആ വെള്ളമായിരിക്കും അതിനകത്ത് ഒഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം. നീ ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്യില്ലേ? ഇല്ല, തക്കാളി ഇല്ലാത്ത കറി. ഓക്കെ. അപ്പോൾ ശ്രുതി ഇതിനകത്ത് തക്കാളി, ഞാൻ ഇതിനകത്ത് തക്കാളിയൊക്കെ ആഡ് ചെയ്യും. ഇങ്ങനെ വഴട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ ശ്രുതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട്. കാന്താരി മുളകല്ലേ? പണ്ട് അച്ഛന് കടയുള്ളപ്പോൾ ഞങ്ങൾ സ്ഥിരം കാന്താരി മുളക് കപ്പയും ഇതൊക്കെ ഇതായിരുന്നു. ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല സ്പൈസിയാണ്. ഇത് ഗുഡ് ഫോർ ഹെൽത്തിനും കേട്ടിട്ടുണ്ട് അല്ലേ? മുളക് പൊടി ഇടും. അതെ അതെ. നന്നായിട്ട് വഴറ്റണം. ഇനി എന്താ അടുത്തത്? ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ പൊടികളിടുമോ? നീ എന്തൊക്കെ മസാലയാണ് ആഡ് ചെയ്യാറ്? എന്താണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്? അത് വേറെ എന്തെങ്കിലും മസാല ഇതിന് സ്പെഷ്യൽ? മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, തരി ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി. ഓക്കെ. അതായത് മറ്റേ ജീരക, നോർമൽ ജീരകം. ഓക്കെ. ഇതിങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേറെ കിടക്കും അല്ലേ? അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞളൊക്കെ. അപ്പം നമ്മളിങ്ങനെ സ്പൂണ് കണക്കൊന്നും നോക്കാം, നമ്മളൊരു അളവനുസരിച്ചല്ലേ? അത് ഞാനങ്ങനെ നമ്മൾ ഈ ഇതിനകത്തൊക്കെ ചിലരൊക്കെ കാണുമല്ലോ, നിങ്ങൾ 1 ടീസ്പൂൺ ഇടണം, 2 ടീസ്പൂൺ ഇടണം. ഇതൊന്നും നമുക്ക് വലിയ നമ്മുടെ ഒരളവാണ്. അതെ അതെ. ശ്രുതി പോരാഞ്ഞിട്ട് കുറച്ചും കൂടി ഇടുകയാണ്. പൊടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടി. നീ എന്ത് മുളക് പൊടി? കാശ്മീരി ആണോ അതോ നോർമൽ ആണോ? മിക്സ് ചെയ്യോ? എങ്ങനെ മേടിച്ച് പൊടിപ്പിക്കുകയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് രണ്ടും കൂടെ അവള് മേടിച്ച് പൊടിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, നോട്ട് പാക്ഡ് വൺ. പിന്നെ മല്ലിപ്പൊടിയാ? മല്ലിപ്പൊടി നീ മേടിച്ച് പൊടിക്കുക. ഓക്കെ ഓക്കെ ഓക്കേ. അപ്പം ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് മാറുന്നത് വരെ നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ജീരകപ്പൊടിയോ? ഓക്കെ. ഞാൻ ജീരകം മേടിച്ച് പൊടിച്ചു വെച്ചു. അതെ അല്ലേ? സോ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റണം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ലേശം ഗരം മസാല, ഒരു ഫ്ലേവറിന്. ഇത് ഓൾമോസ്റ്റ് മൂത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ അടുത്ത സ്റ്റെപ്പ്? കടല ഇടണം അല്ലേ? നമ്മൾ ഓൾറെഡി കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. ചിലരിതിൽ തേങ്ങയൊക്കെ ഇടും, തേങ്ങാക്കൊത്ത് അല്ലേ? നമ്മളിന്ന് കാണുന്ന ശ്രുതിയുടെ സ്റ്റൈലാട്ടോ. അപ്പം ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
ഇവള് നിങ്ങൾ കാസർഗോഡ്, നീ കാലിക്കട്ടല്ലേ? കോഴിക്കോടല്ലേ? ഇത് കോഴിക്കോട് സ്റ്റൈലിലെ ശ്രുതി സ്റ്റൈലാണ്. ആ നമുക്ക് പിന്നെ യൂട്യൂബ് ശരണം. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ കുക്കറി ഷോ ഒക്കെ നോക്കി ബുക്കിനകത്തൊക്കെ എഴുതി വെച്ച് അല്ലേ? ഇപ്പൊ ലൈഫ് എത്ര സിമ്പിളാ. യൂട്യൂബ് നമ്മൾ ഷോർട്സ് ആയിരിക്കും എടുക്കുന്നത്, അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്തൊന്ന് കുറച്ച് അത് നമുക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ്. പേസ്റ്റ് റെഡിയായി. ഇതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും നമ്മുടെ കടലക്കറിക്കകത്ത്. സോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നത്, ഞാൻ കുറച്ച് ഉടക്കത്തേ ഉള്ളേ. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ തേങ്ങ അരച്ചു. അതെ അതെ. ഇപ്പം നിങ്ങൾക്ക് കാണാം ആദ്യം എങ്ങനെയായിരുന്നു. നൗ ഇഫ് യു പുട്ട് ദാറ്റ് എങ്ങനെ അത് ആ ഒരു ടെക്സ്ചർ മാറിയത് കണ്ടില്ലേ? കുറച്ച് കൊഴുപ്പൊക്കെ വന്ന് നമ്മുടെ കടലക്കറിക്ക് കുറച്ച് നേരം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. സോ അവർ കടലക്കറി ഈസ് ഓൾമോസ്റ്റ്. നീ ഇതിനകത്ത് കൊത്തമല്ലി ആഡ് ചെയ്യുമോ ലാസ്റ്റ്? ഇല്ല, കേരള സ്റ്റൈലാണ്. സോ അതുകൊണ്ടാണ് അവൾ കാന്താരി മുളകും കറിവേപ്പില. ഞാനാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കൊറിയൻഡർ ലീഫൊക്കെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവൾ നാടൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് വേവണം. ഒന്ന് തിളച്ച് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഉപ്പുണ്ടോ? ഉപ്പ് എന്തായാലും ഇടണം. ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഉപ്പും ഇതും ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണയൊക്കെ തൂവിയാൽ ഇറ്റ് വിൽ ബി ആ നാടൻ സ്റ്റൈലിൻ്റെ ആ ടച്ച് വരും. സോ ഇതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷേ നമ്മുടെ ഈ ബാംഗ്ലൂരിലെ കോൾഡ് വെതർ കാരണം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടച്ച് വെച്ച് 3 minutes. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ എന്തായാലും കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുട്ടില്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മളിതാ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് പുട്ടിൻ്റെ പുട്ടുകുറ്റി അല്ലേ? പുട്ടുകുറ്റിയും അതിൻ്റെ കുടവുമാണ്. നമ്മൾ പുട്ടുപൊടി ഇവർ യൂസ് ചെയ്യുന്നത് ഏതാണ്? പുട്ടുപൊടി ഡബിൾ ഹോൾസ് വൈറ്റ് പുട്ടുപൊടിയാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കാം. നെവർ മൈൻഡ്, കുട്ടികൾ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ഗ്ലാസ് എടുക്കുന്നത്? നമ്മൾ 4 ഗ്ലാസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഡബിൾ ഹോഴ്സിന് 1 ഗ്ലാസ് വെള്ളം 1:1 റേഷ്യോ ആണ് അല്ലേ? കണ്ടോ, ഇവരൊക്കെയാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. കണ്ടോ, രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുഴയ്ക്കാം, നീ വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് തന്നാൽ മതി. നമ്മുടെ കടലക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല മണം വരുന്നുണ്ടേ. ഓഫ് ചെയ്തോളൂ. അപ്പം പുട്ടിന് ഉപ്പൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. നീ അളവ് വെച്ചിട്ടുണ്ട്. നീ കുറച്ച് അല്ല, അത് നീ ഒഴിക്കുക. എന്നിട്ട് ഞാനിത് ഇതാക്കിയതിന് ശേഷം വെയിറ്റ് നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുക. പുട്ടൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുട്ടുകുറ്റിക്കകത്ത് നമ്മൾ തേങ്ങ ഇടുക. അല്ലേ, ക്രോണിക് ബാച്ചിലർ കണ്ടിട്ടുണ്ടോ? അതുപോലെ. അപ്പോൾ നമ്മൾ പുട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു കുറ്റി പുട്ട് ഒരാൾക്ക് കഴിക്കാം, അല്ല 2 പേർക്ക് കഴിക്കാൻ പറ്റും അല്ലേ? 3 പീസ് വരും അല്ലേ? 2 പീസ് ഒരാൾക്ക് കഴിക്കാം. സോ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയിൽ നമ്മൾ തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ മറ്റേ ചിരട്ടപ്പുട്ടാണുള്ളത്, അതിലാണ് ഞാൻ ചെയ്യാറ്. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഓക്കെ, നമ്മൾ ഇതിൽ വെച്ചിട്ട് ആവി കയറ്റണം. എത്ര മിനിറ്റ് വേണ്ടി വരും? 5 to 7 minutes. 7 minutes. ഓക്കെ, 7 minutes. ഇവിടുന്ന് എങ്ങനെയാണ് നമുക്കറിയാം? ആവി ഇതുവഴി വരും അല്ലേ? ഓക്കെ, നോക്കാം. പുട്ടിൽ ആവി വരുന്നു ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പുട്ട് റെഡിയായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാ ചായ ഉണ്ടാക്കുന്നത്? അവിടെ തവിയൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചായ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ തവി ഇട്ട് ഇടയ്ക്ക് ചായ ഉണ്ടാക്കുന്നത് റെയർ. പക്ഷെ നല്ല സ്മെല്ലുണ്ട്. നീ കാർഡമം പൗഡർ ഇട്ടോ. ചിലർ ഇഞ്ചിയും ചതച്ചിടും. അപ്പം നല്ല
നൈസ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് തവിട്ട് ഇളക്കി നൈസ്. സോ നമ്മുടെ പുട്ട് ഇസ് റെഡി ഗൈസ്. സോ നമ്മുടെ ചൂട് പുട്ടും ദെൻ കടലക്കറി അതും കൂടെ. ദെൻ യു ഹാവ് പഴം. നല്ല കോമ്പിനേഷൻ അല്ലേ? ഈ ഒരു വ്യൂവിലിരുന്ന് നമുക്ക് കഴിച്ചാലോ? സൂപ്പറായിരിക്കും അല്ലേ? നമുക്ക് സെർവ് ചെയ്യാണ് ഗൈസ്. അപ്പം നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അവളുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള കടലക്കറിയാണ് വിത്തൗട്ട് തക്കാളി എന്നോൾ. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, അടിപൊളി, സൂപ്പർ ശ്രുതി, നന്നായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.